So just because your one result went negative, don't think that you're incapable to be a chartered accountant. ഈ അറ്റംപ്റ്റിലെ റിസൾട്ട് മെഷർ ചെയ്യുന്നത് നിങ്ങളെ എക്സാമിൻ്റെ പെർഫോമൻസ് ആണ്, അല്ലാതെ നിങ്ങളെ പൊട്ടൻഷ്യൽ അല്ല. So now does that mean that a lower മാർക്ക് സ്കോർ ചെയ്ത സ്റ്റുഡൻറ്റ് അത്ര ഇൻ്റലിജൻ്റ് അല്ല ആസ് കമ്പയർഡ് ടു മറ്റേ ഹയർ മാർക്ക് സ്കോർ ചെയ്ത സ്റ്റുഡൻറ്റ് ഭയങ്കര ജീനിയസ് ആണ്? അല്ല. ഞാൻ വിചാരിച്ച ഔട്ട്കം എനിക്ക് കിട്ടിയില്ല, സോ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം വേസ്റ്റായി പോയി, ഇനി കംപ്ലീറ്റ്ലി സീറോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നോ, ബി എ ബെറ്റർ എക്സാം റൈറ്റർ. എക്സാംസിൻ്റെ റിസൾട്ട്സ് വന്നതിന് ശേഷം എനിക്ക് ഇന്ന് വന്ന ഒരു പെർട്ടിക്കുലർ മെസ്സേജ് ഒരു സ്റ്റുഡൻറ്റ് പറയുന്നത്, സാറേ ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിൽ അത്ര സീരിയസ് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഫെയിൽ ആവും എന്നുള്ളത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നല്ല സീരിയസ് ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത്, ടോപ്പിക്സ് ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ലെന്നും അത്യാവശ്യം നല്ല രീതിയിൽ റിവൈസും ചെയ്ത്, എന്നിട്ടും എനിക്കിതിൻ്റെ മുന്നത്തെ അറ്റംപ്റ്റ്സിൽ കിട്ടിയ അത്ര മാർക്ക് പോലും ഇപ്രാവശ്യം പല പേപ്പറിൽ കിട്ടിയിട്ടില്ല. സോ ഞാൻ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളത്. ജെന്യുവൻ കേസാണ്, എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തിങ് ഐ വോണ്ട് യു ടു നോ ഇസ്, CA പോലത്തെ ഒരു പ്രൊഫഷണൽ എക്സാമിൽ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ മാർക്സ് അത് നിങ്ങളെ ഇൻകോമ്പറ്റൻസ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഇവിടെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ദിസ് ഇസ് എ പ്രൊഫഷണൽ എക്സാം, തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് എഴുതുന്നുണ്ട്, ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഡിഫറെൻറ്റ് ഇവാലുവേഷൻ. ഞാൻ എൻ്റെ മുന്നത്തെ ഒരുപാട് വീഡിയോസിലും ഡിസ്കസ് ചെയ്തൊരു സംഭവമാണ്. പല സിറ്റുവേഷൻസിലും സ്റ്റുഡൻസ് ചിലപ്പോൾ കഴിഞ്ഞ അറ്റംപ്റ്റിനേക്കാൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടും ഈ വട്ടം ലോവർ മാർക്സ് സ്കോർ ചെയ്ത കേസ് ഉണ്ടായിട്ടുണ്ട്. ചില സിറ്റുവേഷൻസിലൊക്കെ കഴിഞ്ഞ വട്ടത്ത് അത്ര സീരിയസ് ആയിട്ട് നമ്മൾ ഇപ്രാവശ്യം പഠിച്ചിട്ടില്ല, എന്നാലും നമുക്ക് ഹയർ മാർക്സ് സ്കോർ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. സോ നൗ ഡസ് ദാറ്റ് മീൻ ദാറ്റ് ആ ലോവർ മാർക്ക് സ്കോർ ചെയ്ത സ്റ്റുഡൻറ്റ് അത്ര ഇൻ്റലിജൻ്റ് അല്ല ആസ് കമ്പയർഡ് ടു മറ്റേ ഹയർ മാർക്ക് സ്കോർ ചെയ്ത സ്റ്റുഡൻറ്റ് ഭയങ്കര ജീനിയസ് ആണ്? അല്ല. എക്സാമിൽ നമ്മളെ റിസൾട്ട്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. യെസ്, അതിൽ ഒരു ഫാക്ടർ തന്നെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ. ബിസൈഡ്സ് ദാറ്റ് വേറെ ഒരുപാട് ഫാക്ടേഴ്സ്, ലൈക്ക് നിങ്ങൾ ആ എക്സാം ഡേയിലുള്ള നിങ്ങളെ പെർഫോമൻസ്, നിങ്ങൾ എഴുതിയ അറ്റംപ്റ്റിലുള്ള ആ പേപ്പറിൻ്റെ ടെക്നിക്കാലിറ്റി, നിങ്ങൾ എത്ര എഫക്റ്റീവായിട്ട് കോൺസെപ്റ്റ്സ് എല്ലാം പേപ്പറിൽ പ്രസൻറ്റ് ചെയ്ത്, ആൻഡ് യെസ്, ഇവാലുവേഷൻ പ്രോസസ്സും നമ്മളെ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്യാം. ഐ എം നോട്ട് സെയിങ് ഇവാലുവേഷൻ കൊണ്ട് മാത്രമാണ് നിങ്ങളെ മാർക്സ് മോശമായത്, അല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ എം ഓൾസോ നോട്ട് സെയിങ് നിങ്ങൾ ലോവർ മാർക്സ് ദാറ്റ് ഇസ് നോട്ട് എ കൺക്ലൂഷൻ, അല്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ പ്രൂഫ് ദാറ്റ് നിങ്ങൾ ഇൻകോമ്പറ്റൻ്റ് ആണ് എന്നുള്ളത്. സോ വാട്ട് ഷുഡ് വി ഡു നൗ? ഫസ്റ്റ് തിങ്, ഇഫ് യു സീരിയസ്ലി ബിലീവ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന മാർക്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അപ്ലൈ ഫോർ സർട്ടിഫൈഡ് കോപ്പീസ്. അതൊരു വേസ്റ്റായി പോകുന്ന പ്രോസസ്സ് അല്ല. എനിക്ക് തന്നെ അറിയുന്ന ഒരുപാട് കേസിൽ മാർക്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്. പല കേസസിലും CA ക്വാളിഫൈ വരെ ആയിട്ടുണ്ട് സർട്ടിഫൈഡ് കോപ്പീസിന് അപ്ലൈ ചെയ്തിട്ട് മാർക്ക് ഇൻക്രീസ് ആയ സിറ്റുവേഷൻസിൽ. ഇനി ഈവൻ അതർവൈസ് മാർക്സ് ഒന്നും ഇൻക്രീസ് ആയില്ല, ശരി പോട്ടെ, നമ്മൾ അവിടെ ഒരു ഭയങ്കര മിറാക്കിൾ എക്സ്പെക്ട് ചെയ്യാൻ നിൽക്കണ്ട. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ സെക്കൻഡ് ബെനിഫിറ്റ് ഓഫ് അപ്ലൈങ് ഫോർ സർട്ടിഫൈഡ് കോപ്പീസ്. നിങ്ങൾ പേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ ആൻസേഴ്സ് എങ്ങനെയായിരുന്നു ഇവാലുവേറ്റ് ചെയ്തത് എന്നുള്ളത്. ചില സിറ്റുവേഷൻസിൽ നമുക്കൊരു സെൽഫ് റിയലൈസേഷനും വരും ദാറ്റ് നമ്മൾ പ്രസൻറ്റേഷൻസ് ഇംപ്രൂവ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അവിടെ മിസ് ഔട്ട് ആയിരുന്നു. ആൻഡ് ഈവൻ ദർ വേർ കേസസ് വേർ സ്റ്റുഡൻസ് ഹാവ് റിയലൈസ്ഡ് ദാറ്റ് ഓക്കെ, എൻ്റെ പ്രസൻറ്റേഷൻ അത്ര മോശമൊന്നുമല്ല, ഞാൻ നല്ല രീതിക്ക് എഴുതിയ ഏരിയാസിലൊക്കെ എനിക്ക് മാർക്ക് കിട്ടിയിട്ടുമുണ്ട്. സോ സർട്ടിഫൈഡ് കോപ്പീസ് നമ്മൾ ലേണിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യുക, റാദർ ദാൻ ഒരു ഭയങ്കര ഹോപ്പ് വെച്ചിട്ട് ജസ്റ്റ് മാർക്ക് ഇൻക്രീസ് ആവുമില്ല എന്നുള്ളൊരു ഫാക്ടർ മാത്രമായിട്ട് കൂട്ടാതെ. സെക്കൻഡ്, ഡോണ്ട് ത്രോ അവേ എവറിത്തിങ് യു ഡിഡ് ഇൻ ദിസ് അറ്റംപ്റ്റ്. പല സ്റ്റുഡൻസിനും ഫീൽ ചെയ്യാറെന്ന് വെച്ചാൽ റിസൾട്ട് വരുമ്പോൾ ഓക്കെ, ഞാൻ വിചാരിച്ച ഔട്ട്കം എനിക്ക് കിട്ടിയില്ല, സോ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം വേസ്റ്റായി പോയി, ഇനി കംപ്ലീറ്റ്ലി സീറോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നോ, ഇഫ് യു ജെന്യുവൻലി ഫീൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞ വട്ടത്തിനേക്കാൾ സ്ട്രോങ്ങർ ആയിരുന്നു, ഇൻ സച്ച് കേസസ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒന്നും അവിടെ വേസ്റ്റ് ആയിട്ടില്ല, നിങ്ങൾ ചെയ്ത റിവിഷനോ കാര്യങ്ങളോ ഒന്നും വേസ്റ്റായി പോയിട്ടില്ല. യു ഹാവ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ, അതിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. തേർഡ്, വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഒബ്ജക്റ്റീവ് എപ്പോഴും ആയിരിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ വട്ടത്തിനേക്കാളും കുറച്ചുകൂടി നല്ല ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല എഫേർട്ട് ഇട്ട് പഠിക്കുക എന്നുള്ളതിലുപരി ബി എ ബെറ്റർ എക്സാം റൈറ്റർ. പല കേസുകളിലും നമ്മൾ കാണാറുള്ള സ്റ്റുഡൻസൊക്കെ നല്ല സീരിയസ് ആയിട്ട് പഠിച്ച് എക്സാം എഴുതി വിചാരിച്ച റിസൾട്ട് വന്നില്ല, പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത അറ്റംപ്റ്റ് ചിലപ്പോൾ ഒരു പക്ഷേ അത്രയും എഫേർട്ട് ഒന്നും ഇടാതെ എക്സാം ക്ലിയർ ചെയ്യുന്ന സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട്. നൗ ആ ഈസിലി ക്ലിയർ ആയത് വാസ് നോട്ട് സോൾലി ബിക്കോസ് ആ പെർട്ടിക്കുലർ അറ്റംപ്റ്റിൽ അവരിട്ട എഫേർട്സിനാണ്, അതുകൊണ്ട് മാത്രമല്ല, അവരതിൻ്റെ മുന്നത്തെ അറ്റംപ്റ്റ്സിലൊക്കെ എത്ര സീരിയസ് ആയിട്ട് പഠിച്ചിരുന്നു എന്നുള്ള ഫാക്ടേഴ്സും ഈ സക്സസ് റിസൾട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത കേസുണ്ട്. സോ ജസ്റ്റ് ബിക്കോസ് യുവർ വൺ റിസൾട്ട് വെൻ നെഗറ്റീവ്, ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ ഇൻകേപ്പബിൾ ടു ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഈ ഒരു അറ്റംപ്റ്റിലെ റിസൾട്ട് മെഷർ ചെയ്യുന്നത് നിങ്ങളെ എക്സാമിൻ്റെ പെർഫോമൻസ് ആണ്, അല്ലാതെ നിങ്ങളെ പൊട്ടൻഷ്യൽ അല്ല. സോ ഇഫ് യു ഫീൽ നിങ്ങൾ നല്ല സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല, ഹോപ്പ് വിടാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്ത പ്രോസസ്സ് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യുക and move forward. You're already much closer to your goal than you think you are.